ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ എന്താണ് പ്രശ്നം? എൻ്റെ അഭിപ്രായത്തിൽ IPCയിൽ യാതൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ സഭകളെ ബാധിക്കണം, എന്നെങ്കിൽ മാത്രമേ ഒരു സഭയിൽ പ്രശ്നം ഉണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഓർത്തഡോക്സ് യാക്കോബായ സഭകളിൽ പ്രശ്നമുണ്ട്. കാരണം രണ്ട് ഗ്രൂപ്പായി നിന്നുകൊണ്ട് തോമസ് ശ്ലീഹായുടെ പൈതൃകം പേറുന്ന ഗ്രൂപ്പും അന്ത്യോക്യയുടെ കീഴിലുള്ള പത്രോസിന്റെ പൈതൃകം അവകാശപ്പെടുന്ന ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അത് ലോക്കൽ സഭകളെ ബാധിച്ചു. ലോക്കൽ സഭകളിലും അടിയും ഒക്കെ നടന്ന് കൊലപാതകം വരെ നടന്നിട്ടുണ്ട്. അത് സഭയെ ബാധിച്ച വിഷയമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നേതാക്കന്മാരുടെ കോൺഫറൻസുകൾ അത്ര നന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സഭകളുടെ ആസ്ഥാനങ്ങളിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കുമ്പനാടാണ്. ജനറൽ കൗൺസിലും സ്റ്റേറ്റ് കൗൺസിലുമായി നേരിയ പോരാട്ടങ്ങൾ, കേസുകൾ, പ്രശ്നങ്ങൾ കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് IPCയെ ഈ പ്രശ്നം ബാധിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. IPCയുടെ പ്രാദേശിക ഘടകങ്ങൾ ബ്രദറൻ സഭകളുടേതുപോലെ അത്ര സ്വതന്ത്രമായ കാഴ്ചപ്പാടും ഭരണ സംവിധാനവും ഉള്ള സഭകളല്ല എങ്കിലും ഏറെക്കുറെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സഭകളാണ് IPCയുടെ പ്രാദേശിക സഭകൾ. അവിടെ എങ്ങും ഒരു പ്രശ്നവുമില്ല. കേരളത്തിൽ 3000-ലധികമോ അല്ലെങ്കിൽ 3500 ഒരു കൃത്യമായ കണക്ക് അറിഞ്ഞുകൂടാ, 3000-നും 3500 ഇടയ്ക്കുള്ള IPC സഭകൾ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഈ സഭകളിൽ എവിടെ പ്രശ്നമുള്ളത്? സഭകൾ ഭദ്രമാണ്. IPCയുടെ പ്രാദേശിക സഭകൾ ഒരു വിഷയമല്ല. കാരണം അവർക്ക് സ്വയംഭരണം പോലെ പ്രവർത്തിക്കുന്ന ഒരു സഭയാണ് IPCയുടെ പ്രാദേശിക സഭകൾ. അവർ വസ്തു വാങ്ങുന്നു, ഹോള് വെക്കുന്നു, പാഴ്സേജ് പണിയുന്നു, സെമിത്തേരി ഉണ്ടാകുന്നു, കൺവെൻഷൻ നടത്തുന്നു. അത്യാവശ്യം വന്നാൽ സെൻട്രൽ പാസ്റ്റർ എന്ന് വിളിക്കും. ഇനി ഒരു പ്രാദേശികമായ ഒരു ചർച്ച് പണിതാൽ പോലും സെൻട്രൽ പാസ്റ്റർ അവിടെ വിളിക്കണം നിർബന്ധമൊന്നുമില്ല. വിളിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല. അവർക്ക് അത്രമാത്രം സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ സഭയ്ക്ക് കുമ്പനാടുമായിട്ടുള്ള വലിയ വിധേയത്വത്തിന്റെ ഒന്നും ആവശ്യമില്ല. കുമ്പനാട് എന്ത് നടക്കുന്ന അവർക്കറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് IPCയുടെ പ്രാദേശിക സഭകളൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ ഭദ്രമായി വളരെ നന്നായി പോകുന്ന ഈ സാഹചര്യത്തിൽ സഭ ഉണ്ടാകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേറ്റ് ജനറൽ പിടിവലിയിൽ എന്താണ് IPCക്ക് തകർച്ച വന്നിട്ടുള്ളത്? ലീഡേഴ്സിന് തകർച്ച വന്നിട്ടുണ്ട്. അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിയമരഹിതമായി തന്നെ പലരും പുറത്തു പോയിട്ടുണ്ട്. അന്യായമായി തിരിച്ചകത്ത് കയറിയവരുണ്ട്. അതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് IPC തകർന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രചരണം നേതാക്കന്മാർ വെച്ചു പുലർത്തിയത് അത്ര ഭൂഷണമാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നോട് ആരും പിണങ്ങരുത്, പക്ഷെ വസ്തുതകൾ പറയാതിരിക്കാൻ പറ്റില്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞ് വരുത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് ഈ പ്രസ് കോൺഫറൻസിൽ ഇവർ സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ എവിടെ പറഞ്ഞെങ്കിൽ ആ ഗ്രൂപ്പുകൾക്കകത്തല്ലേ. IPCയുടെ സഭകൾക്കകത്ത് പല ഗ്രൂപ്പുകളുണ്ട്, പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കാം. ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ചിലർ. ഞാൻ ആ ഗ്രൂപ്പുകളിൽ ഇല്ല. പോരാട്ടങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. പക്ഷേ പ്രസ് കോൺഫറൻസുകാര് ഇപ്പോൾ നടത്തിയ, സ്റ്റേറ്റ് കൗൺസിൽ നടത്തിയ ഈ കോൺഫറൻസ് ഇത് പബ്ലിക്കിന് പോയി. വിശ്വാസികളിൽ കവിഞ്ഞ് ഇത് മറ്റ് സമുദായസ്ഥരും മറ്റ് മേഖലകളിലേക്ക് ഈ വീഡിയോ എല്ലാം പോയി. അപ്പോൾ ആർക്കും അറിയാൻ വയ്യാതിരുന്ന ആളുകൾ പോലും IPCയിലെ പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ഈ പത്രസമ്മേളനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. പത്രസമ്മേളനം തെറ്റല്ല. ഇപ്പൊ ഞാനും ആ പത്രസമ്മേളനത്തിൽ വന്നാൽ ഞാനും ഇതൊക്കെ തന്നെ ചെയ്യും. അതിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ഈ ലീഡേഴ്സ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രസ് കോൺഫറൻസ് നടത്തേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. എല്ലാവരും എൻ്റെ സ്നേഹിതന്മാരൊക്കെയാണ്.
മറ്റൊരു വസ്തുത, ജനറൽ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അത് എന്ത് വീഴ്ചയാണെന്നൊന്നും വിശദീകരിക്കാൻ ഞാൻ ആളല്ല. നിയമരഹിതമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ്, സംശയമൊന്നുമില്ല. കാര്യം അതിനുള്ള നിയമ നടപടികളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. 10-12 പേരെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളെ കോടിക്കണക്കിന് രൂപ മുടക്കി സഭ വളർത്താൻ ഇന്ത്യയിൽ മാത്രം, കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അധ്വാനിച്ച ആളുകളൊക്കെ പുറത്തുപോയി കുറെ പേര്. അതൊന്നും എന്റെ ആവശ്യമില്ലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ ഇട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മുടെ ഗ്രൂപ്പുകൾക്ക് അകത്ത് കിടന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായിരുന്നെങ്കിൽ അത് അവിടെ അകത്ത് ചർച്ച ചെയ്താൽ മതിയായിരുന്നു, പുറത്തു പോകേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രസ് കോൺഫറൻസ് അത്ര ഉചിതമായോ എന്നൊരു സംശയം എനിക്കുണ്ട്. മറ്റൊരു കാര്യം, ഈ ജനറൽ കൗൺസിൽ നീതികേട് ചെയ്തുവെങ്കിൽ നീതികേട് പ്രവർത്തിക്കാനായിട്ട് അവരുടെ കൂടെ നിന്ന് ആളുകളും ഈ സ്റ്റേറ്റ് കൗൺസിലുണ്ട് ഇപ്പോൾ. അതും തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഗ്രൂപ്പിന്റെ സമവായൊക്കെ മാറി തിരിഞ്ഞു വരുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. രാഷ്ട്രീയത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. കുറച്ചു നാൾ ഒരു ഗ്രൂപ്പിൽ ഒരു ലീഡറുടെ കൂടെ നിൽക്കും, കുറെ കഴിയുമ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കും. ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത്, ആദർശങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിന്റെ പുറത്തോ, കിട്ടാത്ത പദവികളുടെ പുറത്തോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചു. അത് സ്വാഭാവികം, അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അതുകൊണ്ട് ജനറൽ കൗൺസിലിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പിന്തുണച്ചവർ ഇന്ന് ഈ സ്റ്റേറ്റ് കൗൺസിൽ വന്നിട്ട് ജനറൽ കൗൺസിൽ വിമർശിക്കുന്നുണ്ട്. അതൊരു ചെറിയ പോരായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തെറ്റാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ആളുകൾ എല്ലാവരും മാറും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പ് മാറാറുണ്ട്. 3 പേര് കൂടുന്നിടത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അത് സത്യമാണ്, അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം, സഭയ്ക്ക് അപജയം വന്നു എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന്. എന്തിനാണ് നീ കരഞ്ഞ് നിലവിളിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ കൂട്ടം, ആ ഗണം ഭൂമിയിലുണ്ട്. അവർ മര്യാദയ്ക്ക് ജീവിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ പൊക്കോളും. നമ്മൾ ഇതിനകത്തൊന്നും കയറി ഇടങ്കോലിടുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ അപജയം സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 1917 ഒക്ടോബർ വിപ്ലവത്തിലൂടെ ലെനിൻ റഷ്യയിൽ അധികാരത്തിൽ വന്നു, USSR. എത്ര നാൾ നീണ്ടു നിന്നു കമ്മ്യൂണിസം റഷ്യയിൽ? പിന്നെ വന്ന സ്റ്റാലിന്റെ കഥ തന്നെ നമുക്ക് മതിയല്ലോ. എത്ര ലക്ഷം പേരെയാ സ്റ്റാലിൻ കൊന്നുകൂട്ടിയത് ആരെയാ? സ്വന്തം സഹോദരന്മാരെ, സഖാക്കളെ ഭരണം പിടിച്ചു നിർത്താൻ അധികാരത്തിന് വേണ്ടി. 1885 രൂപീകരിച്ച കോൺഗ്രസിന്റെ അന്നത്തെ നയവും ആദർശവും ഒക്കെയാണോ ഇന്നുള്ളത്? മാറിപ്പോയില്ലേ? അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 32-ലെങ്ങാണ്ട് പി കൃഷ്ണപിള്ള നേതൃത്വത്തിൽ രൂപം കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എവിടെ പോയി നിൽക്കുന്നു? സുഖലോലുപന്മാരുടെ ഗ്രൂപ്പായി മാറി, എല്ലാം വെട്ടിപ്പിടിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പായി മാറി, ധനാട്യന്മാരുടെ ഗ്രൂപ്പായി മാറി, കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഗ്രൂപ്പുകളായി മാറിയവർ. ഇന്നത്തെ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നത് BJP കോൺഗ്രസ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ധനാട്യർ ഒരു സ്റ്റേറ്റിൽ മാത്രം പറഞ്ഞുള്ള CPM ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, കാലങ്ങളുടെ പ്രയാണത്തിൽ, സംസ്കാരങ്ങളുടെ മാറ്റത്തിൽ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും അപജയങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് പെന്തിക്കോസിലും സംഭവിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നിലവിളിക്കേണ്ട കാര്യമില്ല. അത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. അതിന് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യാന്നല്ലാതെ ഈ സോഷ്യൽ മീഡിയ വഴി വന്നിരുന്ന് സഭയിൽ പ്രശ്നമാണെന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ലോകത്തിൽ ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ചില ചാനലുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ കേസാണ് ചെയ്തത്. ഞാൻ ആ പേര് പറയുന്നില്ല. ചില ചാനലുകൾ ചെയ്യുന്നത്, ഒരു പാസ്റ്ററെ ഒരു പ്രശ്നത്തിൽ പിടിച്ചാൽ, ഒരു കേസിൽ അകപ്പെട്ടാൽ ആ പർട്ടിക്കുലർ കേസ് മാത്രമാണ് അവർ പറയുന്നത്. അല്ലാതെ പെന്തിക്കോസിനെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ചാനൽ സെക്കുലറിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ആ കേസ് മാത്രമേ അവർ പറയത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് പറയുകയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാദേശിക സഭകളൊക്കെ ഭദ്രമാണ്, ശക്തമാണ്. സഭകൾക്കൊന്നും ഒരു മുറിവും ഏറ്റിട്ടില്ല. വളരെ അനുഗ്രഹകരമായി പ്രാദേശിക സഭകൾ പോയിക്കൊണ്ടിരിക്കുന്നു, സെന്ററുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ചില്ലറ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളൊക്കെ ചില ലോക്കൽ സഭകൾ വരാമെങ്കിലും കുമ്പനാടുള്ള ജനറൽ സ്റ്റേറ്റ് കൗൺസിലിന്റെ ഇഷ്യൂസ് ഒന്നും ഒരു IP സഭകളിലും വന്നിട്ടില്ല, ഒരു സഭകളിലും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുന്നു, ഏതെങ്കിലും സഭയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയ ആളുകളുടെ സഭയിലെങ്കിലും ഈ സഭ ഉന്നയിച്ചിട്ടുണ്ടോ? അവിടെ 2 ഗ്രൂപ്പുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സഭകളിൽ നിന്നും പറയാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട്
ഈ സ്വാഭാവികമായിട്ടുള്ള കാലത്തിന്റെ മാറ്റത്തിൽ, സംസ്കാരത്തിന്റെ വേലിയേറ്റത്തിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സഭയെ ബാധിക്കും. അതിന് നമ്മൾ കരഞ്ഞു നിലവിളിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന സമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു 25 വർഷം മുമ്പ് ജീവിച്ച ജീവിതശൈലി അല്ലല്ലോ നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാറിയില്ലേ? നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ സ്റ്റൈല് തന്നെ മാറിയില്ലേ? ഇപ്പൊ കുപ്പായമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഷർട്ടാണോ എന്ന് വെച്ചാൽ അതുമല്ല, കുപ്പായം ഷർട്ടും അല്ലാത്ത ലോഹയ്ക്കിടയിലുള്ള സാധനം നമ്മൾ ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വസ്ത്രം മാറി, നമ്മുടെ ഭക്ഷണം മാറി, നമ്മുടെ പാർപ്പിട സൗകര്യത്തിന്റെ വിസ്തൃതി മാറി, നമ്മൾ യാത്രയുടെ രീതി ഹൈടെക് ആക്കി മാറി. ഇതെല്ലാം സമൂഹത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ന്യായമായ അപജയമാണിത്. അതിനകത്ത് കുണ്ഠിതപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതിങ്ങനെ നടക്കുകയുള്ളൂ. ഇതിനിടയിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഉണ്ട്. IPCയുടെ സഭകളെല്ലാം ഭദ്രമാണ്. അവിടെ ഒന്നും ഈ ഇഷ്യൂ ബാധിച്ചിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല, ആർക്കോട്ട് അറിയത്തുമില്ല ഇത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പുതിയ വിശ്വാസികളെ അറിയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിന് പണം പിൻവലിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് ഒരു ക്ഷമിക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, അത് വീടില്ലാത്ത ഒരുത്തിന് ഒരു വീട് പണിത് കൊടുക്കുമ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് അവന്റെ കഞ്ഞിയിൽ പാറ്റ വരിടുന്ന പരിപാടിയായിപ്പോയി. അത് എത്രയോ സുവിശേഷകന്മാർ ജീവിത കാലം മുഴുവൻ ദൈവവേല ചെയ്തിട്ട് ഒന്നുമില്ലാത്തവരായി, ദരിദ്രരായി, വീടില്ലാത്തവരായി, ഒരു സൈക്കിൾ പോലും വാങ്ങി ഉപയോഗിക്കാൻ നിർവാഹമില്ലാത്തവരായി കഴിയുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അവരൊക്കെ അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണോ സംഭവിച്ചത്, അതോ ഇനി സുവിശേഷ വിലയ്ക്ക് മുഴുവൻ കൊടുത്തു തീർത്തതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും നല്ലൊരു ശതമാനം ആളുകൾ നന്നായിട്ട് തന്നെ അധ്വാനിച്ച് സുവിശേഷ വില ചെയ്തിട്ട് ദരിദ്രരായിപ്പോയ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് പണിയുന്നതെങ്കിൽ ആ ഫ്ലാറ്റ് പണിയണ്ട എന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കാൻ അവസരം കൊടുക്കാതെ അതിന് ബാങ്കിൽ പോയി അതിന് പിൻവലിക്കരുതെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്ത നടപടി ശരിയായി എന്ന് തോന്നുന്നില്ല. അത് കഷ്ടമായിപ്പോയി. കാരണം വീടില്ലാത്തവർക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി, സുവിശേഷന്മാർക്ക് വേണ്ടി പണിയാൻ തുടങ്ങിയ ഫ്ലാറ്റാണത്. അതിൽ കയറി പിടിക്കരുത്. അത് വളരെ മോശമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ കുഴപ്പങ്ങളുണ്ട്. അതെല്ലാം കുമ്പനാട് ഗ്രൗണ്ടിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങളാണ് ഇതെല്ലാം. ഇതിന് പരിഹാരം എവിടെ എന്നുള്ള ചോദ്യം കൂടെ അവശേഷിക്കും. 2 പരിഹാരം ഇതിനകത്തുണ്ട്. 2 മാർഗങ്ങളിലൂടെ പരിഹാരമുള്ളൂ. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശരിയായ ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ശരിയാ, ഒരു കാര്യം സത്യമാണ്. ദൈവസഭയ്ക്കകത്ത് ബൈബിൾ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ളതല്ല ഈ തിരഞ്ഞെടുപ്പൊന്നും. ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമെന്ന് പറയുന്ന ആധുനിക തലമുറയിൽ, ആധുനിക കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ജനാധിപത്യ പ്രക്രിയ. ജനങ്ങളുടെ വോട്ട് കൊണ്ട് അധികാരത്തിൽ വരിക, അവർ ഭരിക്കുക, അതാണ് ജനാധിപത്യം. IPCയെ സംബന്ധിച്ചിടത്തോളം ഇനി കരണീയമായിട്ടുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തി നീതിയുക്തമായ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുവാൻ ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമേ ഇനി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കാരണം തെറ്റും ശരി മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നീതിയായി ഭരണം നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജനറൽ ആയാലും സ്റ്റേറ്റ് ആയാലും അവരെ പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞിട്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് ഇതിനകത്തൊരു റോളുണ്ട്. 2, ജനങ്ങൾ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നുള്ളത് കോടതിയാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പെന്തിക്കോസ്ത് സഭയിലെ ഈ ബഹളവും ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഈ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല. കോടതിക്കൊക്കെ വേറെ എത്രയോ വലിയ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കിടക്കും. എത്ര ക്രിമിനൽ കേസുകൾ കിടക്കുന്നു, എത്രയോ വൻ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട, ലക്ഷക്കണക്കിന് ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട എത്രയോ കേസുകൾ കോടതികളിൽ കിടക്കുന്നു. അതിനിടയ്ക്ക് ഒരു പെന്തിക്കോസ്ത് സഭയിൽ സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പുകൾ എഴുതുന്നുണ്ട്, അടിയും പിടിയും വഴക്കും വയ്യാമല്ലി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെട്ടിട്ട് ഇതാ ശരി അത് തെറ്റെന്നും പറഞ്ഞെന്നും കോടതിക്ക് ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, അതൊന്നും എടുക്കാതിരിക്കാനൊക്കെ നീട്ടിക്കൊണ്ടു പോകാനുള്ള സംവിധാനവും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഈ 2 മാർഗങ്ങളിലൂടെ മാത്രമേ IPCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പെടുകയുള്ളൂ. അതിനുവേണ്ടി
നമ്മൾ കാത്തിരിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക. നീതിയും സത്യവും ധർമ്മവും സഭയിൽ പുലരണമെങ്കിൽ ഭരണസമിതിയുടെ ഇപ്പോൾ ഉള്ള നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ പോക്ക് ശരിയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി അവരെ നേരിൽ കണ്ടോ, ചെന്ന് പറഞ്ഞോ, സെൻട്രൽ ഓഫീസിൽ യോഗങ്ങൾ വിളിച്ചുകൂട്ടി അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് അത് ശരിയെന്ന് തോന്നിപ്പെടുകയാണെങ്കിൽ ഭരണസമിതിയെ അടിച്ചു പുറത്തു കളയട്ടെ, പുതിയ ഭരണസമിതി വരട്ടെ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി IPCയിൽ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇത് ചെയ്യരുത്. ഇപ്പോൾ ചെയ്തത് ഉചിതമായി എന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു വസ്തുത പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രാദേശിക സഭകൾ IPCയുടെ ഭദ്രമാണ്, അവിടെ യാതൊരു പ്രശ്നവും ഇല്ല. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോകുന്നു. മറ്റ് സഭകളിലാണെങ്കിൽ അങ്ങനെ അല്ല. പ്രാദേശിക സഭകളെ അത് ബാധിക്കുകയും അവിടെ പോലീസ് ഇടപെടുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പൗരോഹിത്യ സഭകളിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു. എറണാകുളം അങ്കമാലി രൂപതയിൽ കത്തോലിക്ക സഭയിൽ ഇപ്പോൾ നടക്കുന്ന കുർബാന ഇഷ്യൂ അത് തന്നെയാണ്. അവിടെയൊക്കെ പോലീസ് ഇടപെടുന്നുണ്ട്. സഭകളിൽ പ്രശ്നങ്ങളുണ്ട്, കലഹങ്ങൾ നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നവും സ്റ്റേറ്റ് ജനറൽ IPC വിഭജനത്തിന്റെ പേരിൽ, ആ പോരാട്ടത്തിന്റെ പേരിൽ നമ്മുടെ സഭകളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് സഭകളിൽ ഒരു പ്രശ്നവുമില്ല. IPCയുടെ പ്രാദേശിക സഭകൾ സത്യമാണ്. നിങ്ങളത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് തെറ്റാണ് എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അത് പബ്ലിക്കിന്റെ മുമ്പിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊരഭിപ്രായം എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയുവാനുണ്ട്. സഭ ഭദ്രമാണ്, ദൈവത്തിൻ്റെതാണ്, നിലനിൽക്കും. യാതൊരു ദോഷവും അതിന് സംഭവിക്കുകയില്ല. കുമ്പനാട് ഉള്ള നേതാക്കന്മാർ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ വരികയും സ്നേഹത്തോടെ ഐക്യതയോടെ സഭയെ ഭരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അധർമ്മം പ്രവർത്തിക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്ന ആ ഭരണത്തെ പുറത്താക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് ഈ സമയത്ത് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു.